ഹലോ വെൽക്കം ബാക്ക്. നമുക്കൊന്നൊരു തനി നാടൻ ബീഫ് വരട്ടിയത് കണ്ടാലേ. നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ട് ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്രദമാവട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിലിരിക്കുകയാണെങ്കിൽ ഉള്ളി തക്കാളി ഒന്നും വഴറ്റാൻ നേരമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും ഒരു ജാറിലോട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. പിന്നെ ഇഞ്ചി ഞാൻ ചതക്കലില്ല, ചെറുതായിട്ടൊന്ന് ഇരിഞ്ഞിട്ട് കൊടുക്കല കേട്ടോ. പിന്നെ നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഒരു കുക്കറിലിട്ട് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പിന്നെ രണ്ട് പച്ചമുളക് കീറിയിടുക, കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ പൊടികൾ വേണ്ട വെച്ചാൽ 2 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും, പിന്നെ നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചതില്ലേ, വലിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവ ഇട്ടാൽ പെട്ടെന്ന് തന്നെ വേകും. നമ്മൾ ഇവിടുത്തെ ബീഫ് ആയതുകൊണ്ട് തന്നെ പാക്കറ്റ് ബീഫല്ലേ ഫ്രോസൺ ആക്കി വെച്ചപ്പോൾ നല്ല വേവുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് കുഴക്കുമ്പോഴുള്ളൂ മസാലയൊക്കെ എല്ലായിടത്തും ആവുള്ളൂ കേട്ടോ. ഇനി അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ നമുക്കൊരു 8-9 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. അവിടുത്തെ അത്യാവശ്യം വേവില്ലതായതുകൊണ്ട് തന്നെ ഒരു 8-9 വിസിലൊക്കെ വേണ്ടി വരും. അതവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് താളിച്ച് വയ്ക്കണം കേട്ടോ. ബീഫ് വരട്ടല്ലേ, അതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെ വെന്ത പാടെ തന്നെ കഴിക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളക്, നമ്മൾ എരിവിന് എത്ര അധികം എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുള്ളൂ കേട്ടോ. ഉള്ളിയിൽ തൂമിക്കുന്നതിലേറെയൊക്കെ കൂടുതലായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ. സിമ്പിളുമാണ്, ഉള്ളി അരിഞ്ഞ് ഇതാകൊന്നും വേണ്ടല്ലോ, ഇത് പെട്ടെന്നായി കിട്ടൂലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടി റെഡിയായി വരട്ടെ. പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയായി ബീഫ് വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ. പക്ഷേ ഒന്നും കൂടി നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് വരട്ടിയെടുക്കുമ്പോഴല്ലേ ബീഫ് റോസ്റ്റ് ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഡ്രൈ ആകുന്നത് വരെ കുറച്ച് നേരം നമുക്ക് ഇളക്കി വലിച്ചെടുക്കാം കേട്ടോ. അതിലത്തെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ. കുറച്ച് ഗ്രേവിയോടെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. പക്ഷെ നമുക്കൊന്ന് കുറച്ച് വരണ്ട് ഡ്രൈ ആയി കഴിക്കുന്നത് ഇഷ്ടമെന്ന് വെച്ചെങ്കിൽ കുറച്ച് നേരം ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്രവാസികൾക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുന്ന ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ നാട്ടിലെ ബീഫ് എന്നാണ് കറല്ലേ എല്ലാവരും ആദ്യം പറയുക. എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ തുടങ്ങിയത് മുതൽ ഇപ്പം നാട്ടിലെ ബീഫ് മിസ് ചെയ്യുന്നുണ്ട് പറയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ നിങ്ങളെ നാട്ടിലത്തെ ബീഫ് മിസ് ചെയ്യൂല. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ബീഫാട്ടത്. ഒന്ന് ഉണ്ടാക്കി നല്ല അഭിപ്രായം പറയണം കേട്ടോ, കമൻ്റായിട്ട് പറയണം. അതേപോലെ തന്നെ നമുക്ക് വിരുന്നുകാരും സൽക്കാരത്തിനൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നെയ്ച്ചോറിൻ്റെയും പൊറാട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും എന്തിൻ്റെയും കൂടി സൂപ്പർ കോമ്പിനേഷനും കൂടിയാട്ടോ. നമുക്ക് നല്ല ചൂട് ചോറും കുറച്ച് ബീഫ് വരട്ടിയതും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട, വയറ് നിറച്ച് ചോറുന്നാൻ അത് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.